ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖമാണ്. ഇന്ന് നമ്മളൊരു ചെറിയ വറവുണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ എനിക്ക് 2 ചേമ്പിൻ്റെ വിത്തും 2 ചേനയുടെ വിത്തും കിട്ടി. ഞാൻ അതുകൊണ്ടൊരു വറവുണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ നമുക്ക് തുടങ്ങാം. ഞാൻ ചേമ്പിൻ്റെ വിത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചേമ്പാണ്. ഈ ചേമ്പിൻ്റെ വിത്തും 2 ചേനയുടെ വിത്തും രണ്ടും കൂടെ നമുക്ക് മുറിച്ച് എടുത്തിട്ട് കാണിക്കാവേ. നമുക്കിങ്ങനെ കുറച്ച് കനം കുറച്ച് നീളത്തിലായിട്ട് അരിഞ്ഞെടുത്തിട്ട് കണ്ടോ, ഇതാ ഈ മുഴുപ്പായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ഏകദേശം എല്ലാം ഒരേ മുഴുപ്പിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ, എന്നാലേ വേവ് ശരിയാവുള്ളേ. നിങ്ങൾക്ക് ഇപ്പോൾ ശരിയണമെന്നില്ല കേട്ടോ. കട്ടിങ് പ്ലെയർ വെച്ചിട്ടാണെങ്കിലും കട്ടിങ് ബോർഡ് വെച്ചിട്ടാണെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാനിത് തിന്നുന്നതുകൊണ്ട് കൈ പിടിച്ചങ്ങ് അരിഞ്ഞെടുക്കും. ചേന ഇച്ചിരി കനം കുറച്ച് അരിയുവാണെങ്കിൽ ചേമ്പിൻ്റെ ഒപ്പം വെന്ത് കിട്ടും. ചേമ്പ് ഇച്ചിരി വേവ് കുറവുള്ള സാധനം, ചേന ഇച്ചിരി വേവ് കൂടുതലുള്ള സാധനമാണ്. ഞാൻ രണ്ടും കുറച്ചേ ഉള്ളതുകൊണ്ട് രണ്ടും കൂടി ഒന്നിച്ചിടാൻ തീരുമാനിച്ചു. നമ്മുടെ ചേമ്പും ചേനയും വിത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയാണ് അരിഞ്ഞെടുത്തത്. നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എത്രയാണോ നമ്മുടെ ഉപ്പ്, നമ്മുടെ രുചി, നമ്മുടെ ആവശ്യം അതനുസരിച്ച് ഉപ്പ്. നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമുക്ക് 1 സ്പൂൺ മീറ്റ് മസാല ഇടാവേ. മീറ്റ് മസാലയാണ് ഇതിനകത്ത് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1 സ്പൂൺ തന്നെ വേണ്ട, കുറച്ച് മതി. 1 സ്പൂണിന് താഴെ ഇട്ടാൽ മതി. ചെറിയ സ്പൂണല്ലേ, അപ്പോൾ 1 സ്പൂൺ. ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇടുവാണേ. അതിടുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ. അത് നമ്മുടെ ഇഷ്ടത്തിന് കുറച്ചിട്ടാൽ മതി, എരിവിൻ്റെ അനുസരിച്ച്. കുറച്ച് കറിവേപ്പില ഇടാതെ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സാക്കുക.
എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂൺ കടുകിടാവേ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ചേന വൃത്തിയാക്കി വെച്ച് മുളക് തിരുമ്മി വെച്ച് ചേന അതിൻ്റെ അകത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വേഗം വെക്കാൻ നമുക്ക് ഇത് അടച്ച് വെക്കും. നമ്മുടെ ചേനക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നല്ല കറിയാട്ടോ. നല്ല കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഇത് കഴുകി എടുത്തപ്പോൾ ഒരു ശകലം വെള്ളമയം അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ എണ്ണ തന്നെ വേണമെങ്കിൽ എണ്ണയ്ക്കകത്തും വേവിച്ചെടുക്കാം. പിന്നെ ഇത്തിരി എണ്ണ ഒഴിക്കുമ്പം പിന്നെ കൊളസ്ട്രോൾ അങ്ങനത്തെ സംഭവമൊക്കെ കൂടുതലാകണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ ഒരു സ്വല്പം അതിൽ കഴുകി വാരിയ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം കിട്ടിയാൽ ഇതുപോലെ എല്ലാം കൂടെ കൂട്ടി ഒന്നിച്ച് ഒരു കറിയൊക്കെ നമുക്ക്. ഓക്കെ, ബൈ. ഇനി അടുത്ത ദിവസം കാണാം.